ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മറ്റൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആരും ഇതൊന്നും ചെയ്യുന്നില്ല, ഞാൻ എപ്പോഴും വീഡിയോ ഇടുന്നു മാത്രം. അപ്പോൾ ഇന്ന് ഒരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഓരോ കസ്റ്റമറും വന്ന് പറയുന്നത് സ്പീക്കർ അടിച്ചു പോയി, സ്പീക്കർ ചറ സൗണ്ട് എന്നൊക്കെയാണ് പല കസ്റ്റമറും വന്ന് പറയുന്നത്. ഞാൻ കാര്യം അന്വേഷിച്ചപ്പോൾ നോക്കുമ്പോൾ ഈ 3 ലാപ്ടോപ്പിലും ഈ VLC പ്ലെയർ എന്ന ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റ് പറഞ്ഞാൽ സ്പീക്കർ അടിച്ചു പോകുന്ന ഒരു സോഫ്റ്റ്വെയറായി മാറിയിരിക്കുന്നു ഇപ്പോൾ VLC. അതുകൊണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ VLC പ്ലെയർ ഉണ്ടെങ്കിൽ അത് എത്രയും വേഗം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യണം. അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് ഈ കൺട്രോൾ പാനൽ പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ കൺട്രോൾ പാനലിൽ നിന്ന് ടൈപ്പ് ചെയ്യാം. കീബോർഡ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൺട്രോൾ പാനൽ എന്നൊരു ഇതെടുക്കാം. ഇതിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. അപ്പം ചില സിസ്റ്റത്തിൽ ഇങ്ങനെ വരും, ചില സിസ്റ്റത്തിൽ ഇങ്ങനെയും വരും. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ്, പ്രോഗ്രാംസ് ആൻഡ് അൺഇൻസ്റ്റാൾ എന്ന പ്രോഗ്രാം ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇതിൽ പ്രോഗ്രാം ആൻഡ് ഫീച്ചേഴ്സ് പറഞ്ഞ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർസ് എല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അത് താഴെ എവിടെയാണ് VLC പ്ലെയർ ഇല്ലത് നോക്കാം നമുക്ക്. ഇവിടെയുണ്ട് VLC. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ നമ്മളെ മൗസിൻ്റെ അകത്ത് റൈറ്റ് ബട്ടൺ അടിക്കാം. അപ്പോൾ അൺഇൻസ്റ്റാൾ ആൻഡ് ചേഞ്ചസ് കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഓർ ചോദിക്കും. അപ്പോൾ കൊടുക്കാം. ഇവിടെയും നെക്സ്റ്റ് കൊടുക്കാം. അൺഇൻസ്റ്റാൾ കൊടുക്കുക. അൺഇൻസ്റ്റാൾ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഡാറ്റയോ എന്തെങ്കിലും കാരണം അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം. എൻ്റെ അൺഇൻസ്റ്റാൾ കൊടുക്കാം. ഫിനിഷ് കൊടുക്കാം. അപ്പം നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് ആ VLC എന്ന സോഫ്റ്റ്വെയർ റിമൂവായി. എല്ലാവരും ഇതൊന്ന് ചെയ്യണം. നിങ്ങളെ പുതിയ ലാപ്ടോപ്പിലെല്ലാം അറിയാതെ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും